പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുൽ തന്റെ ചതിയുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്ന് അഭിഷേകിനെ കൊടുക്കുന്നതിനും കൊല്ലുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നതിനായി അഭിഷേകിന് സാധിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. രാഹുലിന്റെ അച്ഛൻ സത്യങ്ങളെല്ലാം റാംമോഹനെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി റാംമോഹനെ ചെന്ന് കാണുന്ന അയാൾ കുറച്ച് സത്യങ്ങൾ തനിക്ക് അറിയിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്ന റാംമോഹൻ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മെച്ചപ്പെട്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കാനിടയാകുന്ന അയാൾ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഇത് കേൾക്കുന്ന റാംമോഹൻ ആകെ ഞെട്ടിപ്പോകുന്നു. എന്താണ് ഈ പറയുന്നത്? ഞാനിന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടതല്ലേ എല്ലാ കാര്യവും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിന് പിന്നിലെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നീ എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സത്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എടാ, എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള കാര്യമാണോ? എന്താണ് എന്താണ് കാര്യമെന്ന് നീ ധൈര്യമായി എന്നോട് തുറന്നു പറയാൻ റാംമോഹൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ എൻ്റെ മകൻ നിങ്ങളെ എല്ലാവരെയും വഞ്ചിക്കുകയാണ്. അവൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല. ഇത് കേൾക്കുന്ന റാംമോഹൻ എനിക്ക് മനസ്സിലായില്ല എന്താണ് കാര്യമെന്ന്. അതായത് എന്നെ അവൻ പരിചരിക്കുന്നതും വീട്ടിൽ വളരെ നല്ലവനായി നടക്കുന്നതും എല്ലാം കളവാണ്. നിന്റെ മുന്നിൽ വരെ അവൻ അഭിനയിക്കുകയാണ്. എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നു. എന്താണ്, എന്തിനാണ് അവൻ അങ്ങനെയൊക്കെ എൻ്റെ മുന്നിൽ അഭിനയിച്ചിട്ട് കാര്യം? ഇത് കേൾക്കുന്ന അയാൾ അതിന് കൃത്യമായ റീസൺ ഉണ്ട്. അവൻ നിങ്ങൾ കരുതുന്നത് പോലെ ബിസിനസ് പൊളിഞ്ഞത് കൊണ്ടൊന്നുമല്ല തിരികെ വന്നത്. അവൻ്റെ കൂട്ടുകെട്ടും അവൻ്റെ ജോലികളുമെല്ലാം വളരെ അപകടം നിറഞ്ഞതാണ്. ഗുണ്ടകളുമായിട്ടാണ് അവന് കൂട്ടുകെട്ട്. മാത്രവുമല്ല ഡ്രഗ്സും മറ്റ് കഞ്ചാവുമെല്ലാം അവൻ ഉപയോഗിക്കുന്നതാണ്. അവൻ അതിനെല്ലാം അടിമയാണ്. ഇപ്പോൾ ഇവിടേക്ക് തിരികെ വന്നത് ബിസിനസ് പൊളിഞ്ഞിട്ടൊന്നുമല്ല. അവൻ്റെ പേരിൽ കേസുകൾ പോലീസ് സ്റ്റേഷനിൽ വന്നതുകൊണ്ട് അവൻ മാറി നിൽക്കുന്നതാണ്. ഇതെല്ലാം എനിക്ക് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു പണ്ടേ. പക്ഷേ എൻ്റെ മകനായി പോയില്ലേടാ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതായി വന്നിട്ടുമുണ്ട്. ഇപ്പോഴിതാ പുതിയൊരു വഴിത്തിരിവാണ് അവൻ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവൻ നിന്നോട് കാണിക്കുന്നതെല്ലാം കള്ളത്തരമാണ്. നിന്റെ ബിസിനസ്സും അതുപോലെ തന്നെ നിന്റെ മകളെയും സ്വന്തമാക്കണം എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത്. ഞാൻ അവനെ തടയാൻ ശ്രമിച്ചതാണ്. പക്ഷേ എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് അവൻ തയ്യാറാകുന്നില്ല. ഇത് കേൾക്കുന്ന റാംമോഹൻ ആകെ ഞെട്ടിപ്പോകുന്നു. എന്നെ കാണുന്നതിനായി വന്ന അവൻ പറഞ്ഞത് ഇങ്ങനെയല്ല. എന്തൊരു വലിയ അഭിനയമായിരുന്നു എൻ്റെ മുന്നിൽ അവൻ കാഴ്ചവെച്ചത് എന്നുള്ള കാര്യം അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എൻ്റെ മകളെ അവന് ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്. പക്ഷേ പിന്നീട് അവർ തമ്മിലുള്ള അകൽച്ച കൂടുകയും അതുപോലെ തന്നെ ഇഷ മറ്റൊരാളുമായി പ്രണയത്തിൽ ആവുകയും ചെയ്തു. അതുകൊണ്ട് പിന്നീട് അവൻ ഈ ബന്ധത്തെ പറ്റി മറന്നുപോയി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അവൻ അങ്ങനെ മറക്കുകയൊന്നുമില്ല. ഇത് കേൾക്കുന്ന റാംമോഹൻ ഇനി പറഞ്ഞിട്ട് എന്താണ് കാര്യം? അവളുടെ വിവാഹം മറ്റൊരു പയ്യനുമായി ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഈ കാര്യം പറഞ്ഞിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവിടെയാണ് നിനക്ക് തെറ്റിയത്. അവൻ
അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകും. അത്രയ്ക്ക് ക്രൂര മനസ്സാണ് അവന്റെ. അവൻ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്വന്തമാക്കുന്നതിനായി ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്ന പ്രകൃതം. അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ നിന്നോട് വന്ന് പറയണമെന്ന് തോന്നിയത്. ഇഷയെ സ്വന്തമാക്കുന്നതിനായി അവൻ ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്നവനാണ്. അതിനുവേണ്ടി ആരെ കൊല്ലാനും അവൻ തയ്യാറാകും. ഈ കാര്യം ഞാൻ നിന്നെ അറിയിച്ചില്ല എങ്കിൽ പിന്നീട് നിനക്ക് ദുഃഖിക്കേണ്ടി വരും. നീ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന അയാൾ, നിന്റെ മകൾക്ക് ഒന്നും വരരുത് എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മാത്രവുമല്ല, ഇപ്പോൾ അവൻ വീട്ടിലില്ല. ആ ഒരു തക്കത്തിലാണ് പുറത്തിറങ്ങിയത്. ഞാൻ അവിടെ ഇല്ല എന്നുള്ള കാര്യം അവൻ അറിയുന്നതിന് മുൻപ് തന്നെ എനിക്ക് തിരിച്ച് എത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ കാര്യം പറഞ്ഞത് നീ മനസ്സിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ എല്ലാവർക്കും നല്ലതാണ്. നീ സൂക്ഷിക്കണം എന്ന് പറയുകയും ഞാൻ ഇറങ്ങുകയാണ് എന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന അയാൾ ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന റാം മോഹൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിന്നു പോവുകയാണ്. ഇതോടെ ഉടൻ തന്നെ തൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന റാം മോഹൻ ഇഷ എവിടെയാണ് എന്നുള്ള കാര്യം അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന വീട്ടിലെ വേലക്കാരി ഇഷമോൾ ഇപ്പോൾ വീട്ടിലില്ല എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഇഷയെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നും ഇഷ എവിടെയാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ എന്തെങ്കിലും അർജന്റ് കാര്യമുണ്ടോ എന്ന് വീട്ടിലെ വേലക്കാരി ചോദിച്ചതിനെ തുടർന്ന് കാര്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് റാംമോഹൻ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉടൻ തന്നെ അവളോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളെ ഉടൻ തന്നെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇനി രാഹുലിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അവന്റെ നാടകത്തിൽ വീണു പോകരുത് എന്നുമുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന റാംമോഹൻ അകറ്റി നിർത്തുകയാണ് രാഹുലിനെ. ഇതോടെ രാഹുലിന് സംശയം മനസ്സിൽ തോന്നി തുടങ്ങുകയും ചെയ്യുന്നു. തന്നെ ആരോ ചതിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന അയാൾ ഇതേ തുടർന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒടുവിൽ തൻ്റെ അച്ഛൻ തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.